ഇപ്പോൾ എല്ലാവരും SIRൻ്റെ എനുമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന തിരക്കിലായിരിക്കും അല്ലേ. ഇതിനോടകം നിങ്ങളുടെ വീട്ടിൽ BLO ഫോം കൊണ്ടുവന്നിട്ടുണ്ടാകാം, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. എന്നാൽ നമ്മൾക്ക് ഓൺലൈനായിട്ട് ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് ഇന്നൊന്ന് നോക്കിയാലോ. ഫോം ഫില്ല് ചെയ്യാനായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യമായി പാലിക്കണം. ഒന്നാമത്തെ കാര്യം, ഒരാൾക്ക് ഒരു ഫോം മാത്രമേ ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ആധാർ വെരിഫിക്കേഷൻ ചെയ്ത് OTP സൈൻ ഇൻ ചെയ്താൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആധാറിലെയും നിങ്ങളുടെ വോട്ടേഴ്സ് ID-യിലെയും പേരുകൾ തമ്മിൽ ഒരു കാരണവശാലും വ്യത്യാസമുണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ, വോട്ടർ ID-യും നിങ്ങളുടെ മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കണം. ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വോട്ടറിൻ്റെ ECI എന്നൊരു വെബ്സൈറ്റിൽ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കയറാവുന്നതാണ്. ഇതിനകത്ത് ഫിൽ എനുമറേഷൻ ഫോം എന്നൊരു ഓപ്ഷനുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ സൈറ്റിൽ നമ്മളൊന്ന് സൈൻ ഇൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന സൈൻ അപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾ ആദ്യം സൈൻ അപ്പ് ചെയ്യണം. സൈൻ അപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെ തന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൂടി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് OTP വരികയും അത് വെരിഫൈ ചെയ്യുകയും ചെയ്യണം. ഇത് ഓൾറെഡി ഞാനിവിടെ സൈൻ ഇൻ ചെയ്തേക്കുന്നതുകൊണ്ട് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോഗിൻ ചെയ്യാൻ നമ്മൾ ആദ്യം സൈനപ്പിനെ ഉപയോഗിച്ച് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അതിലേക്ക് OTP വന്ന് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് നമ്മൾ എത്തും. അതായത് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത പേജിലേക്ക് തന്നെയാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് വരുന്നത്. ഇത് വീണ്ടും നമ്മളിത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് ആക്കുക. ഇനി നമ്മളിതാ ഈ ഗ്രീൻ കളറിൽ ഫില്ല് എനുമറേഷൻ ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ കേരളയാണെങ്കിൽ കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എപ്പിക് നമ്പർ, നമ്മുടെ വോട്ടർ ID-യിൽ എപ്പിക് നമ്പർ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ദാ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ വരുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ നമ്മുടെ BLO ആരാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്, അവരുടെ ഫോൺ നമ്പർ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഫോം കിട്ടാത്തവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഓൺലൈൻ ഈ ഫോം ഫില്ല് ചെയ്യാനാണ്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്ന് അത് വെരിഫൈ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 38 വയസ്സിന് മുകളിലുള്ളവർക്ക്, അതായത് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കാണ് ഈ ഒരു ഫോം സെലക്ട് ചെയ്യേണ്ടത്, അതായത് ഈ ഒരു കോളം സെലക്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 38 വയസ്സിന് താഴെയുള്ളവർ, അതായത് 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് സെലക്ട് ചെയ്യേണ്ടത് ഈ 2002 ആ ഒരു പട്ടികയിൽ നിങ്ങളുടെ പേരൻസിൻ്റെയോ ഗ്രാൻഡ് പേരൻസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും പേരില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്, കാരണം എൻ്റെ പേര് ഇതിലില്ല. അതുകൊണ്ട് നമ്മുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ചേർക്കാനാണ് പോകുന്നത്. അങ്ങനെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾക്ക് നേരത്തെ തന്നെ നമ്മുടെ 2002 ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അതാദ്യം സെർച്ച് ചെയ്ത് എടുത്ത് വെക്കണം. അതിനുശേഷമായിരിക്കണം ഇത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ പേരൻസിൻ്റെയാണ്, അതായത് 2002 പേരുള്ള ആളുടെ ഡീറ്റെയിൽസാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഫാദറിൻ്റെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫാദറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. അതായത് ഫാദറിൻ്റെ പേര് 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതവിടെ കൊടുത്തത്. ഇനി മദറിൻ്റെ ആണെങ്കിൽ മദർ, നമ്മുടെ റിലേഷനിലുള്ള ആരുടെയെങ്കിലും 2002 പട്ടികയിലുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. വരുന്ന ഡീറ്റെയിൽസെല്ലാം ശ്രദ്ധിച്ച് നോക്കി നമ്മളുടെ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ഒരു കോളം ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. ഇനി ഈ പേജിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വോട്ടറിൻ്റെ ഡീറ്റെയിൽസാണ് ചേർക്കേണ്ടത്. ഇതിൽ ഓൾറെഡി നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ കാണിക്കും. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫാദറിൻ്റെ പേര് കൊടുക്കാം. ഫാദറിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. മദറിൻ്റെ പേരും മദറിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ പേര് കൊടുക്കാം. അതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. ഇവിടെ ഓപ്ഷനിൽ നിന്ന് എഴുതിയേക്കുന്നതൊക്കെ കൊടുക്കണമെന്ന് നിർബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ കൊടുത്ത് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം താഴെ നമ്മൾക്കിവിടെ വേണമെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അത് നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് 2 MB താഴെയുള്ളൊരു ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് എഡിറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കാവുന്നതാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എഴുതി കൊടുത്ത കാര്യങ്ങളെല്ലാം കൃത്യമാണോ എന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഈ റെഡ് പ്രിവ്യൂ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. ഇത് നേരെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന്
നോക്കിയതിന് ശേഷം ക്ലിയർ ആണോ എന്ന് നോക്കിയതിന് ശേഷം നേരെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ദാ ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇതിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്നൊരു ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ദാ ഇങ്ങനെ ഒരു പേജിലേക്ക് കുറച്ച് സമയം ഡയറക്റ്റ് ചെയ്ത് പോയിട്ട് ഇവിടെ നമ്മുടെ ആധാർ നമ്പർ, കൃത്യമായിട്ട് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാർ നമ്പറിലേക്ക് ഒരു OTP വരും. ഇവിടെ സെൻഡ് OTP കൊടുത്തു കഴിയുമ്പോൾ OTP വരും. ആ OTP നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ സബ്മിറ്റ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫോം സബ്മിറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് താഴെ ഇതിവിടെ നമ്മുടെ എനുമറേഷൻ ഫോം ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഞാനിത് ഇന്നലെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈനിലാണ് ഈ ഫോം സബ്മിറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ BLOയ്ക്ക് അയച്ചു കൊടുക്കണം. അവർക്കത് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.